എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമാമിയെ കാണിച്ചു തന്നിട്ട് നല്ല ഒരു ഉഗ്രൻ ഒരു 4 മണി പലഹാരമാണ്. 4 മണിയെന്ന് മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് കുറിക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള പഞ്ചാര പ്രാവ് 6ാം നമ്പർ ഡയമണ്ട് കട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു കിഡിലൻ സ്നാക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കി ഞാൻ എപ്പോഴും പറയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം, എന്നാലേ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ടല്ലേ. അതേപോലെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഡയമണ്ട് കട്ട് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: മൈദ, വെള്ളം, നെയ്യ്, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. മൈദ ഒന്ന് ചലിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്ന് ചെയ്യണേ. എടുത്തു വെച്ച മൈദയിൽ നമ്മൾ എടുത്തു വെച്ച നെയ്യ് ഉണ്ടല്ലോ, നെയ്യും പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും ഒഴിച്ച്, അതായത് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കറപറാന്നൊന്ന് കുഴച്ച് വെക്കുക കേട്ടോ. നന്നായി സ്മൂത്തായിട്ട് കുഴക്കണ്ട, ഒന്ന് കറപറാന്ന് കുഴച്ച് വെക്കുക. അത് എന്തിനാണെന്നറിയോ? നല്ല ടൈറ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള മാവ് കിട്ടും. അതായത് മൈദ വെള്ളമൊക്കെ കുടിച്ച് പാകത്തിന് അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല, നല്ല ടൈറ്റായിട്ടുള്ള മാവ് വേണം. വെള്ളം ഒട്ടും തന്നെ ഇതിന് കൂടാൻ പാടില്ല. നല്ല ടൈറ്റായിട്ടുള്ള മാവും വേണം. ഒരു 20 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കും വേണം. അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പായിട്ടുള്ള ഡയമണ്ട് കട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും പൊറോട്ട ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുഴയ്ക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ആ മാവ് എടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഇതുണ്ടോ, നല്ല സ്മൂത്തായി ഇപ്പം തന്നെ. ഒരു 20 മിനിറ്റ് ശരിക്കും കുഴക്കണേ, നന്നായിട്ട് കുഴക്കണേ. എന്നാലോ മാവ് നല്ല ടൈറ്റാവും വേണം കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഉപ്പും അതും ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മൾ ഉരുളായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിലിക്കോൺ ഷീറ്റാണ്. സിലിക്കോൺ ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉരുളകളാക്കി വെച്ചാൽ ബാക്കിയുള്ള മാവ് ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് പരത്താനും ബുദ്ധിമുട്ടാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി ഒരു കനം മതി കേട്ടോ. നമ്മളൊന്ന് തൊട്ടു നോക്കുക. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് കട്ടിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് ഒന്ന് പരത്തി കൊടുക്കുക. മൈദ ഒന്ന് തൂവി കൊടുക്കാനേ പാടുള്ളൂ. ഒരുപാട് മൈദ ഇട്ടിട്ട് കുഴയ്ക്കാൻ പാടില്ല കേട്ടോ, പരത്താൻ പാടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ എണ്ണയെല്ലാം കേടുവരും നമ്മൾ ആ ഇതിലിട്ട്. ഇതുപോലെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാലോ, അവിടെ ഇവിടെ ഇങ്ങനെ മുഴയോ എന്തെങ്കിലും ഇങ്ങനെ ഒരുപാട് ഇതാവാത്ത മാവോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്കൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതുണ്ടോ, തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയും അവിടെ അങ്ങനെ കട്ടിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ പരത്തി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയേക്കാളും ഒരു ലേശം കൂടി കനം മതി കേട്ടോ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കൂടാൻ പാടുകയില്ല. വെള്ളം കൂടിയാൽ എല്ലാം അവതാളത്തിലായി പോവും. അതുമാത്രമല്ല, നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കും വേണം. ഇങ്ങനെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒരേ അളവിൽ ഇങ്ങോട്ട് വരഞ്ഞ് എടുക്കുക. സോഫ്റ്റായാൽ മാത്രമേ ഇതിങ്ങനെ മുറിച്ചെടുക്കാനും പറ്റുള്ളൂ കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിക്കണേ. ഇതിനെ വലിയ ഡയമണ്ട് കട്ടാക്കാം, ചെറിയ ഡയമണ്ട് കട്ടാക്കാം, ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ചെറുതാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല കഴിക്കാനും ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് ചെറുതിന്. ഇത് കണ്ടോ, എല്ലാം ഒരേ കനത്തിൽ നമ്മൾ ഒരേ വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മുറിക്കാൻ പറ്റില്ല, സോഫ്റ്റ് അല്ലെങ്കിൽ മുറിക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം കൂടരുത് കേട്ടോ. അതാ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ കുഴഞ്ഞു പോകും. ഇനി ചെറിയ പീസുകൾ ആക്കുക. ഒരേപോലത്തെ ഒരേ വലിപ്പത്തിൽ ചെറിയ പീസാക്കുക. മാമി എന്ത് ഭംഗിയായിട്ടാണ് മുറിക്കണേ അല്ലേ. വലിയ ഡയമണ്ട് കട്ടാകുമ്പോൾ ചിലപ്പോൾ വക്ക് പൊട്ടാൻ തുടങ്ങും, ചിലപ്പോൾ വക്ക് മടങ്ങും. ഇങ്ങനത്തെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറുതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒട്ടും പൊട്ടാതെയും വളയാതെയും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ആക്കി വയ്ക്കാം. ഇതുണ്ടോ, ഇപ്പോൾ വെള്ളം കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ
ഒട്ടിപ്പിടിക്കാതെയൊക്കെ നമുക്ക് കിട്ടണം കേട്ടോ. നല്ലൊരു കടായി വെക്കുക. കടായിൽ നല്ല ഫ്രഷ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് കോരി മാറ്റാനുള്ള സാധനമൊക്കെ അടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ അപ്പം കിടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കി വെക്കാം. എണ്ണ ചൂടായോ എന്നറിയാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. അത് മുകളിലേക്ക് പൊന്തി വരുവാണെന്ന് വെച്ചാൽ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. ഉപയോഗിച്ച ഓയിൽ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ തന്നെ ഉപയോഗിക്കുക. ഇതാ ആയി കണ്ടോ, ഒന്ന് പൊന്തി വന്നില്ലേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒട്ടിപ്പിടിക്കുന്നില്ലല്ലോ. വെള്ളം ടൈറ്റായിട്ട് നമ്മൾ മാവ് ആയതുകൊണ്ട് ഇതൊന്നും ഒട്ടിപ്പിടിക്കാതെ വീഴുന്നുണ്ട്. കണ്ടോ. എന്നിട്ട് നമ്മൾ ഒരു മരത്തിൻ്റെ എന്തെങ്കിലും ഒരു കോല് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. എല്ലാം ഒരേപോലെ ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പായി എന്നുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റാം. ഇതങ്ങനെ കിലുകിലാന്ന് ശബ്ദം വരുന്നുണ്ടാവും. എന്നിട്ട് നമുക്കത് കോരി മാറ്റാം. പിന്നെയും നമ്മൾ മുറിച്ച് വെച്ചത് പിന്നെ ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, അങ്ങനെ പ്ലേറ്റിലിടുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആയി എന്നാണ്. അങ്ങനെ നമുക്ക് എല്ലാം കോരി മാറ്റാം. അധികം മാവില്ലാത്തതുകൊണ്ട് എണ്ണ കേടുവന്നിട്ടില്ല. കണ്ടോ, അങ്ങനെ നമ്മളെല്ലാം വറുത്ത് കോരി എടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര, ഏലക്കാപ്പൊടി. ഒരു കടായി വെക്കുക. ആ കടായിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആ പഞ്ചസാര മൂടണ വരെ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഇങ്ങനെ ചേർന്ന് കിടക്കട്ടെ. സൈഡിലൊക്കെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ആയിട്ട് വരും. ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിലേക്ക് നമ്മുടെ പഞ്ചസാര പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ എല്ലാം ഇങ്ങനെ ചേർന്ന് കിട്ടും. അതാണ് കേട്ടോ അതിൻ്റെ പാകം. ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ ചേർന്ന് ഒന്നായിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച നമ്മളുടെ ഡയമണ്ട് കട്ട് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഡയമണ്ട് കട്ടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കുക. ഗ്യാസ് സ്റ്റൗ സിമ്മിലാക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഗ്യാസ് സ്റ്റൗ സിമ്മിൽ കണ്ടോ, ചീഞ്ചട്ടിയിലൊക്കെ ഇങ്ങനെ പഞ്ചസാര ക്രിസ്റ്റലൈസായി നിൽക്കുന്നുണ്ടല്ലേ, അതെല്ലാം ഉരുകി നമ്മളുടെ ഡയമണ്ട് കട്ടിലേക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആ പഞ്ചസാര കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്മിലാക്കി വെക്കുന്നത്. അയ്യോ, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ്. ഇതിന് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ലായനിയുടെ കോട്ടിങ്ങും നമ്മളെ ഏലക്കാപ്പൊടിയെല്ലാം ഡയമണ്ട് കട്ടിലേക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ ചീഞ്ചട്ടിയിലൊന്നും ഇല്ല. കണ്ടോ, പഞ്ചസാര അവിടെ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത്. ഇതിനാണ് സിമ്മിൽ വെക്കണമെന്ന് പറയണത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര കോട്ടിങ്ങും ഏലക്കാപ്പൊടി കോട്ടിങ്ങും ഒക്കെ നമ്മുടെ ഡയമണ്ട് കട്ടിലേക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ കിട്ടും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് കൂടും, ചില സ്ഥലത്ത് കുറയും, ചില സ്ഥലത്ത് ഒട്ടും തന്നെ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെയാണ് ഇത് ചെറിയ ഡയമണ്ട് കട്ടാവുമ്പോൾ വക്ക് പൊടിയാവട്ടെ ഒന്നും ചെയ്യുന്നില്ല. കണ്ടോ, നല്ല രീതിക്ക് തന്നെ എല്ലാം വല്ല. അത് തന്നെ ചെറിയ ഡയമണ്ടായിട്ട് മുറിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം ആയി. പഞ്ചസാര കോട്ടിങ്ങൊക്കെ എല്ലാ സ്ഥലത്തേക്ക് എത്തി നല്ല കിരികിരാന്ന് ശബ്ദം ഉണ്ടാക്കണ നമ്മളുടെ ഡയമണ്ട് കട്ട് റെഡി ആയിട്ടുണ്ടല്ലോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ 6ാം നമ്പറും പഞ്ചാര പ്രാവും ഡയമണ്ട് കട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇത് കണ്ടോ, ഒരു വെള്ളരിപ്രാവ് നമ്മളുടെ ഡയമണ്ട് കട്ടിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, നമ്മളുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ പറയുന്ന ചെറിയ ചെറിയ ടിപ്പൊക്കെ ഒന്ന് ഓർമ്മ വെച്ച് ട്രൈ ചെയ്താൽ എല്ലാം കിട്ടലിനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.